അല്ല, ഇതെന്താ ഇത്ര നേരം വൈകിയത്? എല്ലാവരും വന്നല്ലോ. വരൂ വരൂ. ഇതാ റീന, നീ കേക്ക് പിടിക്ക്. എന്തിനാ ഇതൊക്കെ മോളി? ഞങ്ങൾ ഒരു കൊച്ചു സന്തോഷം, അത്രേ ഉള്ളൂ. അല്ല, കുസൃതി കുട്ടികളൊന്നും മിണ്ടുന്നില്ലല്ലോ. മൂന്നാളിന്ന് സൈലന്റ് ആണോ? അവരെ കാര്യമൊന്നും പറയണ്ട. അവരവിടെ മിണ്ടാതിരുന്നോട്ടെ, അതാ നല്ലത്. അവരെ ഒരുക്കി കൊണ്ടുവന്നിട്ടാ ഇത്ര നേരം എടുത്തത്. മൂന്നും കണക്കാ. മക്കളെ മാത്രം പറയൊന്നും വേണ്ട. ഇവളാണ് അവസാനം ഒരുങ്ങിയത്. ഇവളെ കഥയും ഗോവിന്ദയാ. ചേട്ടാ, എന്നെ വഴക്ക് പറയണ്ട. ഞാനാണോ ഒരുങ്ങാൻ വൈകിയത്? അവരല്ലേ? ദേ സണ്ണി, മതി. രണ്ടുപേരും കൂടി വഴക്ക് കൂടല്ലേ. ഞങ്ങളുടെ സെലിബ്രേഷൻ ഇന്ന് കോളായി പോവും. ഇതൊന്നും ഒരു വഴക്കല്ലാന്നേ. സ്നേഹമുള്ളിടത്തല്ലേ പരിഭവം ഉണ്ടാകൂ. എന്നാ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? തുടക്കം എന്ന നിലയ്ക്ക് മക്കളുടെ ഒരു പാട്ടായിക്കോട്ടെ. അയ്യോ, ഞങ്ങൾ പാടില്ല, ഞങ്ങൾ പാടില്ല. മഞ്ജുമോള് പാടിക്കോട്ടെ. നല്ല കുട്ടി കുറുമ്പൻ പാട്ടന്നെ ആയിക്കോട്ടെ. മമ്മി, ഞാനിപ്പോ പോകും കേട്ടോ. കാന്താരി നല്ല കലിപ്പിലാണല്ലോ. ആരാ നിങ്ങളെ കാന്താരി? രണ്ടാളിനി വഴക്കൊന്നും കൂടണ്ട. നമ്മുടെ കുഞ്ഞൂട്ടൻ ഒരു പാട്ട് പാടിക്കോട്ടെ. എന്റെ പൊന്നു മോനെ, അത് അവര് സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ. എന്നാ അവരെ വെറുതെ വിട്ടേക്ക്. കുട്ടികൾ മൂന്നും നല്ല കലിപ്പിലാ. നമുക്ക് മോളിയുടെ പാട്ടായാലോ? അയ്യോ ചേട്ടാ, ഞാൻ പാടില്ലേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ അന്ന് വയനാട്ടിൽ പോയപ്പോ പാടിയില്ലേ, ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ, ആ പാട്ട് പാടിയാലോ? ഞങ്ങൾ റെഡി. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. അടിപൊളി ജോണി, അടിപൊളി. റീന ഉണ്ടാക്കിയ കേക്കാണല്ലേ, നല്ല മധുരം ഉണ്ടായിരുന്നു. അതെന്താ ചേട്ടാ അങ്ങനത്തെ ഒരു വർത്താനം? ഞാൻ ഉണ്ടാക്കുന്ന കേക്കിന് എന്തേ മധുരം കുറവാണോ? ഈ പെണ്ണുങ്ങളുടെ ഒരു അസൂയ ഒരു കാലത്തും തീരില്ല. അതിന് ഞാൻ പറഞ്ഞു നിന്റെ കേക്കിന് മധുരമില്ലെന്ന്. അവൾ ഉണ്ടാക്കിയ കേക്ക് നല്ല മധുരമുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ നീ ഉണ്ടാക്കിയ കേക്കിന് മധുരമില്ല, ഇവളുടെ കേക്കിനാണ് മധുരം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സണ്ണി മോളി ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ വന്നപ്പോ